ഇപ്പോൾ നമ്മൾ പാട്ടവേലാട്ടെടുത്ത് പാട്ടവേൽ ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ പറയും. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലാണ്, വയനാട് മുത്തങ്ങയിലാണ്. അപ്പോൾ വെറുതെ നമ്മുടെ പുതിയ എൻഡവറുമായിട്ട് നമ്മളിന്നൊരു ജസ്റ്റ് ഒരു ട്രിപ്പ് വന്നതാണ്. അപ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പോകണം നമുക്ക്. ഇവിടുന്ന് നമ്മൾ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഒന്നെങ്കിലും നമുക്ക് ഗോപാൽസ്വാമി ഹിൽസിൽ പോകാം, അല്ലെങ്കിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ, വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ മുത്തങ്ങയിലെത്തി. മുത്തങ്ങയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ഹോട്ടൽ ലുലുവിൽ ഇവിടെ ഒരു ഇത്താത്തൻ്റെ കട ഉണ്ട്. ഒരു പ്രായമുള്ള ഒരു ഇത്താത്ത നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറിയാൽ നല്ല അടിപൊളി ഭക്ഷണം, നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് പോയേക്കാല. ഇതാണ് ഞങ്ങളെ പുതിയ വണ്ടി കേട്ടോ. എൻ്റെ ചായ പിടിച്ചാലോ? ചായ പിടിക്കാം. ഇല്ലാത്തൊരു കുരങ്ങ്. രണ്ട് കൈയും നഷ്ടപ്പെട്ട ഒരു കുരങ്ങനെ കണ്ടോ? ഇത് ബ്ലോക്ക് ചെയ്തില്ലേ? ഇവിടെ കുരങ്ങന്മാർ നല്ല കവർച്ചകൾ നടത്തുന്നുണ്ട് കേട്ടോ. ഇപ്പം നിർത്തിയിട്ട് ഈ ലോറിയിൽ ഇതാണ്ടോ ഒരാൾ നടന്നു പോകണുണ്ടോ? ഇതാ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് ഇതാ പോകണം. വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും അടിച്ച് മാറ്റാനുള്ള പരിപാടിയാണ്. ഹോട്ടലിൽ കയറിയൊക്കെ എന്താ കഴിക്കുക, നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ 5 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ ഭക്ഷണം ഉള്ളത് നോക്കാം. ഇരുന്ന് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഞങ്ങൾ ഹോട്ടലിനുള്ളിൽ കയറി. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആളുകളൊക്കെ കുറവായതുകൊണ്ട് വലിയ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഇവിടുന്ന് കഴിക്കാം, വലിയ ആളുകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരായിട്ട് ഉള്ളത് ഇവിടെ. എന്താ ഓർഡർ ചെയ്യുന്നത്? പൊറോട്ട പറയാം. പൊറോട്ട, നമ്മൾ ദേശീയ ഭക്ഷണമായ പൊറോട്ട തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത്. പൊറോട്ടയിലേക്ക് എന്താ കറിയുള്ളത് നോക്കാം കേട്ടോ. എവിടെ പോയാലും പൊറോട്ട, അത് വിട്ടൊരു കളിയില്ല. അപ്പോൾ നമ്മളെ ദേശീയ ഭക്ഷണമായ പൊറോട്ട ആക്കി കേട്ടോ. ഇതിലേക്ക് നമ്മൾ മീൻ കറി ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ഇലക്കറി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇലക്കറിയും പൊറോട്ട അടിക്കുക. ഇലക്കറി പൊറോട്ട എന്ന് പറഞ്ഞാൽ 4 മണി 5 മണി മുതലേ കച്ചവടം തുടങ്ങും. നല്ല ലോറിക്കാരൊക്കെ വണ്ടി നിർത്തി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതല്ല. നല്ല പുളിയുണ്ട്, നല്ല പുളിയുള്ള ഇലക്കറി പൊറോട്ട നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഹോട്ടലിൻ്റെ പേര് ലുലു എന്നാട്ടോ. ഇവിടെ പ്രായമുള്ള ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ ഹോട്ടലാണ്. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു. നല്ല നോർമൽ റേറ്റിന് നല്ല കിടിലൻ ഭക്ഷണമാണ്. അതേപോലെ നമുക്കൊന്ന് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും പോകാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ്. നോർമൽ റീസണബിൾ പ്രൈസും ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് കർണാടക ഭാഗത്തേക്ക് പോകാം. നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ഗോപാൽസ്വാമി ഹിൽസിൽ പോകാൻ പറ്റുമോ നോക്കാം. എന്താ ഇവിടുത്തെ പുതിയ നിയമങ്ങളോ റെസ്ട്രിക്ഷൻസോ ഒക്കെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഏതായാലും കോവിഡ് മറ്റേ RT-PCR ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ അനിയനാണെങ്കിൽ പിന്നെ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇവർ അങ്ങോട്ട് കയറ്റി വിടുമോ എന്താ സീനെന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് പോയി വെക്കാം. അതാ ചെക്ക് പോസ്റ്റാണ്. ഇതാ ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഓരോ വണ്ടികളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് വിടുന്നത്. RTO ചെക്ക് പോസ്റ്റ്, മുത്തങ്ങയിലെ RTO ചെക്ക് പോസ്റ്റാണ് ഇത്. നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ഒരു ടൂറിസ്റ്റുകളോ ആരും തന്നെ ഇവിടെ കാണുന്നില്ല. ഈ കോവിഡിൻ്റെ പ്രശ്നം എല്ലാവർക്കും മൊത്തത്തിൽ ഇവിടെ ബാധിച്ചിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ സമയം ഏകദേശം എത്ര 7 മണി 7:30 അല്ലേ? ആയെങ്കിലും ഇവിടെ ആളുകളൊക്കെ കുറവ് തന്നെയാണ്. പണ്ടൊക്കെ ഈ ശനി ഞായറൊക്കെ വീക്കെൻഡ് സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂർ സൈഡിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് മലയാളികളും എല്ലാം കൂടി ഭയങ്കര ക്രൗഡുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ പറ്റ ഷോക്കാണ്. അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ. അത്യാവശ്യം ഓരോ സ്റ്റേറ്റിലേക്കൊക്കെ പോകാൻ, കർണാടക തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ഒരു യാത്രക്കാർ, അതേപോലെ ലോറി ബസ് അങ്ങനത്തെ
വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. നമുക്കിപ്പോൾ ചെക്ക് പോസ്റ്റിൽ പോയാൽ അറിയാം ഇപ്പോൾ എന്താ സീൻ എന്നുള്ളത്. നമ്മൾ RT-PCR ഞാൻ എടുത്തിട്ടുണ്ട്, അതേപോലെ അനിയന് വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മതിയോ എന്ന് നോക്കാം. എന്തായാലും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയനാട്ടിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ വഴികളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഒരു പ്ലാനിങ്ങും ഇല്ല, നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നമുക്ക് ഇതേപോലെ നമുക്കൊരു റൈഡ് മാത്രം. കാരണം നമുക്കിപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ എല്ലായിടത്തും ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ജസ്റ്റ് റൈഡ്, അതെ, പുതിയ പുതിയ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ, നമ്മൾ സ്ഥിരം പോകുന്ന വഴികളല്ലാതെ ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. എന്താ അഭിപ്രായം? പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാം, പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ റൂട്ടുകൾ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയ പൊൻകുഴി ക്ഷേത്രം. നിങ്ങൾക്ക് പലരും വന്നിട്ടുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. പൊൻകുഴി ക്ഷേത്രം ഇവിടുത്തെ ഒരു പഴയ ക്ഷേത്രമാണ്. കണ്ടോ, വളരെ റിലാക്സ് ആയിട്ടുള്ള നമ്മളെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഇവിടെ കർണാടകൻ്റെ ചെക്ക് പോസ്റ്റിൽ കയറ്റി വിട്ടില്ല. കാരണം ഞാൻ RT-PCR എടുത്തതാണ്. RT-PCR ഒരു മസ്റ്റാണ്. അപ്പോൾ അനിയന് വാക്സിനേറ്റഡ് ആണ്, 2 വാക്സിൻ അടിച്ചതാണ്. പക്ഷെ അത് മാത്രം പോരാ, 22 മണിക്കൂറിൻ്റെ RT-PCR കർണാടകയിലേക്ക് RT-PCR മസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അത് നമുക്ക് തിരിച്ച് നമ്മൾ മുത്തങ്ങ ഭാഗത്തേക്ക് തന്നെ പോവാണ്. നമുക്ക് തമിഴ്നാട് ഭാഗത്തേക്ക് പോയി നോക്കാം, അവിടുത്തെ റൂൾ എന്താ, കാര്യങ്ങൾ എന്താ നമുക്കറിയാം. മലയാളികളുടെ ഒരു പ്രത്യേകത കേട്ടോ, കണ്ടോ, നമ്മളിപ്പോൾ ഇത് മുത്തങ്ങയിലാണ് ഉള്ളത്. മുത്തങ്ങയിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ മുത്തങ്ങയിൽ ഇതാ ഇവിടെ കണ്ടോ, കംപ്ലീറ്റ് വേസ്റ്റ്, ഫുഡ് വേസ്റ്റുകൾ. അതാ നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ആക്കുന്ന സാധനങ്ങളാണ്. ഇതും ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇതുള്ളത്. ഇവിടെ കണ്ടോ, നല്ല അടിപൊളി സ്ഥലം, വയൽ. അവിടെ ഒരു ഏറുമാടൊക്കെ കാണാം, 1-2 ഏറുമാടങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ലൊക്കേഷനാട്ടത്. നമുക്ക് ഇനി എന്താ പ്ലാൻ? ഇനി നമുക്ക് കർണാടക എൻട്രി ഇല്ല. ഇനി എന്താ ചെയ്യാ? അടുത്ത പ്ലാൻ എന്താ? നാട്ടിലേക്ക് പിടിച്ചു നോക്കാം. തമിഴ്നാട്ടില് നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം അല്ലേ? അപ്പൊ ഏത് റൂട്ടിനാ പോവാ? നമ്മള് ഗൂഗിൾ മാപ്പ് അടിച്ചപ്പോ മുത്തങ്ങ വഴി റൂട്ട് കാണുന്നുണ്ട് ദേവാലയിലേക്ക്. ദേവാല, അപ്പൊ ആ റൂട്ട് കാണാത്ത അറിയാത്ത റൂട്ടാണ്. നമ്മള് പണ്ടെന്നോ ഒരു രാത്രി ആ റൂട്ടിന് വന്നാണ് അല്ലേ? അല്ലാണ്ട് നമ്മള് പകലൊന്നും പോയിട്ടില്ല. അപ്പൊ നമുക്ക് ആ റൂട്ടിനൊന്ന് പിടിച്ചു നോക്കാം. ഇനി അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, തമിഴ്നാട്ടിലേക്ക് കയറുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്കറിയാം. പൊള്ളി സ്ഥലമാട്ടോ ഇത്. കണ്ടോ, ഇവിടെയൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരു 5 മണി 6 മണി സമയത്തൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മാനുകളൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് നേരെ ദേവാല പോയി നോക്കാം. തമിഴ്നാട്ടിലാണ്. ഇനി അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയില്ല. അല്ല, നമുക്ക് പോയി നോക്കാം. പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വഴി ചോദിച്ച് പോവാം. പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പുതിയ പുതിയ വഴികൾ തേടി ഒരു യാത്ര. എന്ത് നമ്മൾ സാധാരണ പ്ലാൻ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നമ്മളെ കട്ടിവിട്ടില്ലല്ലോ, നമ്മള് അതേപോലെ റിട്ടേൺ അടിച്ച് വീട്ടിൽ പോകും. നമ്മളോട് വേണ്ട കളി. നമ്മൾ തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറില്ല. യെസ്. ഇപ്പൊ ഗൂഗിൾ മാപ്പില് പറഞ്ഞത് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകാനാണ് പറഞ്ഞത്. ബത്തേരിയൊക്കെ എത്തുന്നതിന്റെ എത്ര മുമ്പായിട്ട്, മുത്തങ്ങയിൽ തന്നെ കുറച്ച് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഏതോ റോഡാ പറഞ്ഞത്. നമുക്ക് അറിയില്ല, നമ്മളിതുവരെ പോയി നോക്കിയിട്ടൊന്നുമില്ല. പോയി നോക്കാല്ലേ? പോയി നോക്കാം. ധൈര്യം ഉണ്ടോ? എന്നാലും ചെറുതായിട്ട് കണ്ടില്ലേ, ലെഫ്റ്റ് പോകാനാ പറയുന്നത്. ഓഫ് റോഡൊന്നും ആയിരിക്കില്ലേ? ഹെവി ഓഫ് റോഡാണോ, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ, ഫോറസ്റ്റ് ഏരിയ ആണോ ഒന്നും അറിയില്ല. അല്ല, ഇവിടെ ഒരു റോഡ് കണ്ടിട്ടുണ്ട് ലെഫ്റ്റ്. ഒരു സ്ഥലത്തിന്റെ പേര് കല്ലൂരിന്ന് ഇടത്തോട്ട് ജംഗ്ഷനിലേക്ക് ഇങ്ങനെ ഒരു റൂട്ട് കാണുന്നുണ്ട്. കല്ലൂര് നമ്പിക്കൊല്ലി റോഡ്. അതെ, നമ്പിക്കൊല്ലി റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ നമ്പിക്കൊല്ലി റോഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ പറപ്പിച്ച് പോലല്ലേ, നമുക്ക് ഇനി ഒരു ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോയി. ഞാൻ ഈ റൂട്ടിന് ഫസ്റ്റ് ടൈം ആട്ടോ പോണത്. കാരണം ഈ റൂട്ടിലൊക്കെ പോകാണ്ടത്, ഈ റോഡ് സൈഡിലൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വയനാട് കാണുന്നുള്ളത്, വയലിൻ്റെ നാട്. ഇഷ്ടം പോലെ വയലുകൾ, വയൽനാട്.
ഭാഗങ്ങളിലൊന്നും നിങ്ങൾ ആരും അധികം വന്നിട്ടുണ്ടാവില്ല, ഷുവറാണ്. ഇവിടുത്തെ നാട്ടുകാർ ചിലപ്പം ഊട്ടി ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഇതിൽ പോയി എന്നല്ലാണ്ട് പൊതുവെ നമ്മളെ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരൊന്നും ഈ റൂട്ടിന് അധികം പോയിട്ടുണ്ടാവില്ല. കുറേ ആദിവാസി വീടുകളൊക്കെ കാണാം, ട്രൈബൽസിൻ്റെ ഒക്കെ വീടൊക്കെ കാണാം. ഒരു പാലക്കാട് ലുക്കില്ലേ ആ ഭാഗത്തൊക്കെ പോയേക്കാ. എവിടെ എന്ത് എന്തായാലും ഉരുണ്ടതാണല്ലോ, എവിടെങ്കിലൊക്കെ എത്തും. അപ്പോൾ അതാ ഈ റൂട്ടിന് പോകുന്ന സമയത്ത് അവിടെ നല്ല റോഡ് സൈഡിൽ നല്ല വീടൊക്കെ കാണാം, നല്ല വെറൈറ്റി. ഇതാ ഈ കണ്ടോ, ഈ പാടത്തിൻ്റെ നടുവിൽ കണ്ടോ നല്ല അടിപൊളി സീനിക് ബ്യൂട്ടി എന്ന് പറയുന്നതാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു കർണാടക ഗ്രാമങ്ങളിലൊക്കെ വന്ന പോലുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. നല്ല ക്ലൈമറ്റും ആൾക്കാരിങ്ങനെ കൃഷിക്ക് എന്തിനാ പോവാണ് വയലിലേക്ക്. എന്താ ഫുൾ സൈലൻ്റ് ഏരിയ കേട്ടോ. എന്താ രണ്ട് സൈഡും നെൽപ്പാടങ്ങൾ, കൃഷികൾ. അതേപോലെ ഇതെന്തോ ഒരു ടൈപ്പ് പൂവാണ്. ഇതെന്താ പൂവ് എന്താണെന്നറിയില്ല, വീണാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതാ ഒരു മഞ്ഞ കളറിലുള്ളൊരു പൂവാണ്. ഇത് റോഡിൻ്റെ എല്ലാ സൈഡിലും ഉണ്ട്. നമുക്ക് നേരെ ദേവാല ആ ഭാഗത്തേക്ക് പോവാം. പൊളി ഇടുക്കാച്ചി സ്ഥലം അല്ലേ, നല്ല ക്ലൈമറ്റ്. ഇപ്പം നമ്മൾ നമ്പിക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണത് കേട്ടോ. എന്താണ് ഇതൊക്കെ നോക്കുക, ഫുള്ള് വയലുകൾ, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. ഇതൊക്കെ നമ്മളെ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ആ ഭാഗങ്ങളാണ് കേട്ടോ. മുത്തങ്ങൻ്റെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള റോഡാണ് ഇതൊക്കെ, ഗ്രാമപ്രദേശങ്ങളാണ്. ആ ഫോറസ്റ്റോടെ ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. പുയ ഗ്രാമപഞ്ചായത്തിൽ പെട്ടാട്ടോ ഇതൊക്കെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എല്ലാ വീടിൻ്റെ മുറ്റത്തും നായ്ക്കളെ കാണാം, ശ്രദ്ധിച്ചോ? കാരണം എന്താ വെച്ചാൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെ ആയിരിക്കും ഇത്. കാരണം അതുകൊണ്ടാണ് എല്ലാവരും നായനൊക്കെ വളർത്തുന്നത് അല്ലേ. വയനാട്ടിലൊന്നും ഇങ്ങനെ ഞാൻ വയൽ കണ്ടില്ല, വളരെ കുറവാണ്. നമ്മളോരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ടു പോകാന്നല്ലാണ്ട് കണ്ടോ, രണ്ട് സൈഡും വയൽ. നല്ല ഗ്രാമമൊക്കെ ആയതുകൊണ്ടേ അതെ, ഇവിടെ മറ്റേ കോവിഡൊക്കെ ഇവിടെ അത്ര അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല. ഇല്ല കോവിഡിന്റെ പ്രശ്നങ്ങളൊന്നും അധികം ഇവിടെ വന്നില്ല. കാരണം ഇപ്പൊ തന്നെ ജില്ലകൾ കേരളത്തിലെ ജില്ല എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ വയനാട്ടിലാണ് ഇത് കുറവ്. കോവിഡ് പൊതുവെ കേസ് കുറവ് വയനാട്ടിലാണ്. ശരിക്കും നമുക്കൊരു ഗുണ്ടൽപേട്ടൊക്കെ ഭാഗത്ത് പോയ മാതിരി തന്നെ കൃഷിക്കാരും ഒക്കെ ഇവരൊക്കെ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാട്ടോ. കന്നുകാലി വളർത്തൽ, അതേപോലെ നെൽകൃഷികൾ, പല കൃഷികളും ഇവരുടെ മെയിൻ സംഭവങ്ങൾ അതൊക്കെ തന്നെയാണ്. വേറെ ലൈഫ് തന്നെയാണല്ലോ അവരിതൊക്കെ. നമ്മളെ ഗൂഗിൾ ചേച്ചി നമ്മളോട് ലെഫ്റ്റ് പോകാനാണ് പറയുന്നത്. ഇതിപ്പോൾ എവിടെ എത്തിയില്ല, ഒരു ഹൈവേ പോലെ ഉണ്ട്. ഇതാണ് നമ്മൾ നമ്പിക്കൊല്ലി. ആ ഇതാ ഇവിടെ നിന്ന് മൈസൂർ കല്ലൂർ മൈസൂർ എന്നൊക്കെയാണ് നമ്പിക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമാട്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. ഈ റൂട്ടിനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഐഡിയ ഇല്ല, ജസ്റ്റ് വെച്ച് പോയി നോക്കാം. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം, നമ്പ്യാർകുന്ന്. റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമ്പ്യാർകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതേപോലെ നന്ദി പോലീസ് സ്റ്റേഷൻ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. മൂൽപ്പുഴ എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്കാണ് തോന്നുന്നത് നമ്മൾ പോണത്. അതെ, ഇവിടെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ ചീരാല്. ഏകദേശം മുത്തങ്ങ ഫോറസ്റ്റിന്റെ വേറൊരു സൈഡാട്ടോ ഇത്, വേറൊരു ഭാഗം. അതുകൊണ്ടോ ഫുള്ള് ഫോറസ്റ്റ് തന്നെയാണ്. ഇപ്പൊ ഈ സൈഡൊക്കെ ഫോറസ്റ്റ്. പിന്നെ രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഇവിടെ. കാണിച്ചിരുന്നതാ കിഡ്ലോസ്കി. അപ്പുറം കണ്ടോ, ഒരു സൈഡ് വയല്, അതിന്റെ അപ്പുറത്തെ സൈഡ് നല്ല ഫോറസ്റ്റ് ആട്ടോ. മുത്തങ്ങ ഫോറസ്റ്റിന്റെ ഭാഗം തന്നെയാണ്. ഇതാ കേരള ബോർഡർ തന്നെയാണ്. തമിഴ്നാട് ഭാഗത്തേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇപ്പം അവിടുന്ന് കയറ്റി വിടുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളിത് വിട്ടിട്ട് വേറെ പരിപാടിയില്ല, പോയി വെക്കാം. മറ്റൊരു ഫാൾട്ടായി പോയി. എന്ത്
അഫക്റ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വാക്സിൻ 2 വാക്സിൻ അടിച്ചവർക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. RT-PCR നിർബന്ധം. അപ്പൊ എന്ന് മനസ്സിലായി. എന്നാലും കയറ്റി വിടും എന്നുള്ളൊരു വിശ്വാസമായി നമുക്ക് അല്ലേ. കർണാടകയിലേക്ക് RT-PCR ആയിട്ട് പോയാൽ മതി ആര് പോവാണെങ്കിൽ. വാക്സിൻ അടിച്ചിട്ട് കാര്യമില്ല. രാത്രിയിൽ ഈ റൂട്ടിന് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അത്ര സേഫ് അല്ല. കാരണം വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതേപോലെ നമ്മൾ മുത്തങ്ങ ഭാഗത്തൂടി വരുന്ന പോലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രാത്രി കഴിയണമെന്ന് ആരും അറിയാത്തവർ ഈ റൂട്ടിൽ വരണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം തന്നെ വാഹനങ്ങൾ വളരെ കുറവാണ്. ഈ സമയത്ത് തന്നെ കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. റൂട്ടിന് വരുന്ന സമയത്ത് ഇതാ ഫോറസ്റ്റ് തന്നെയാണ്. ഇതാ ഈ ഭാഗത്ത് നല്ലൊരു പുഴ ഒഴുകി പോകുന്നുണ്ട്. നൂൽപ്പുഴ ആയിരും. വയനാട് ജില്ലേൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല. നല്ല നല്ല റോഡുകളാണ്. ഏത് ചെറിയ റോഡുകളായാലും ഫോറസ്റ്റ് ഏരിയകളായാലും ഒക്കെ തന്നെ നല്ല റോഡുകളാണ്. പോവാ നമ്മളെ ഓൾമോസ്റ്റ് തമിഴ്നാട് ബോർഡറിൽ എത്താനായിട്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ശശിയാവോ? പാട്ടവയിലാണ് ഇവിടെ ബോർഡർ ആയിട്ട്. കേരള ലാസ്റ്റ് അല്ലേ? ഇത് കണ്ടോ? ഇനി അടുത്ത് നമ്മൾ എത്താൻ പോകുന്നത് എന്താണ്? മുന്നനാടോ എന്താണ്? മുന്നനാടാണ് നമ്മൾ മുന്നനാട് അല്ലേ അടുത്ത് എത്താൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പാട്ടവയൽ. ഇതാണ് നമ്മള് ഈ റെഡ് ലൈൻ കാണുന്നതാണ് ബോർഡർ. ഇവിടുന്ന് കടത്തി വിട്ടാൽ നമ്മൾ രക്ഷപ്പെടും. ചെക്ക് പോസ്റ്റിലെത്തിട്ടോ. മുക്കുത്തിക്കുന്ന് നൂൽപ്പുഴ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയ കറക്റ്റ് തന്നെയാണ്, നൂൽപ്പുഴ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഏതാ ചെക്ക് പോസ്റ്റിലെത്തി. നൂൽപ്പുഴ ചെക്ക് പോസ്റ്റാണിത്. അപ്പോൾ അതാ നമ്മൾ കേരളത്തിൻ്റെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ അവിടെ നമുക്ക് കാര്യമായിട്ടൊരു സീനൊന്നും വന്നില്ല. അപ്പോൾ നമ്മളെ കേരളത്തിലെ എല്ലാ ചെക്ക് പോസ്റ്റിലും ആരോഗ്യവകുപ്പിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ അവിടെ മുത്തങ്ങ ഭാഗത്ത് പോയപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ആൾക്കാരുണ്ടായിനി അവിടെ. പക്ഷെ കർണാടകൻ്റെ അവിടെ ആരുമില്ല അല്ലേ? കർണാടകന്റെ അവിടെ ഇല്ല. അവർ ഫോറസ്റ്റ് പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇനി അവിടെ എന്താ സീന് നോക്കാം. ഇവർ ഈ ചെക്ക് പോസ്റ്റിന് നമ്മളെ കടക്കി വിടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിക്കേനി. ദേവർശോല, അതേപോലെ ദേവാല, അങ്ങാടികളും ആ ടൗണും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഞങ്ങൾ മുമ്പ് പോയതൊക്കെ രാത്രി സമയങ്ങളിലായതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടുത്തെ നടു റോഡ് സൈഡിലൊക്കെ ആനപ്പിണ്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അവിടെ റോഡ് സൈഡിലൊക്കെ ആനപ്പിണ്ടങ്ങൾ കാണാം. പക്ഷെ ഒരു ആനനെ പോലും കാണാൻ പറ്റിയില്ല. ഗൂഡല്ലൂർ 28 കിലോമീറ്റർ, ഊട്ടി 80 കിലോമീറ്റർ, കോയമ്പത്തൂർ 161, മൈസൂർ റൂട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഫോറസ്റ്റിലൂടെ തന്നെയാണ് യാത്ര. അപ്പോൾ നമ്മൾ തമിഴ്നാട് ഫോറസ്റ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ചെക്ക് പോസ്റ്റിൽ എന്താണെന്ന് ഇവർ കടത്തി വിടുമെന്നുള്ളതാണ് നമുക്ക് സീന്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മളെത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെക്ക് പോസ്റ്റാണ് തോന്നുന്നുണ്ട്. ആരും കാണുന്നില്ല കേട്ടോ. മുതുമല ടൈഗർ റിസർവ്. ഇത് മുതുമല ടൈഗർ റിസർവിൻ്റെ ഭാഗമാട്ടോ. അതായത് തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് മുതുമല ടൈഗർ റിസർവ്. ആനനെ കണ്ടില്ല, പക്ഷെ ആനൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. തൽക്കാലം ആനൻ്റെ ഫോട്ടോ കണ്ട് സമാധാനിക്കതാ. ഗൂഡല്ലൂർ 25 കിലോമീറ്റർ ഉള്ളൂ. കയറിയില്ലേ? തമിഴ്നാട് നമ്മൾ കയറിയിട്ടുണ്ട്. സ്റ്റേറ്റിൽ കയറിയിട്ടുണ്ട്. ഏരുമാട്, അയ്യമ്പാട്. നമുക്ക് എങ്ങോട്ടാ വേണ്ടി? സ്ട്രൈറ്റ് ഇവിടെയാണ് ഇതിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പാട്ടവേലാട്ടിട്ട് പാട്ടവേൽ ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ പറയും. അപ്പോൾ നമ്മളങ്ങനെ തമിഴ്നാട് ബോർഡർ കടന്നു കേട്ടോ. അപ്പോൾ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാക്സിനും ആയിട്ട് തമിഴ്നാടല്ല കർണാടകയല്ല എവിടെ കയറിയിട്ടും കാര്യമില്ല. RT-PCR നിർബന്ധം. അപ്പോൾ ബാക്കി എന്താ പറഞ്ഞെടുത്താൽ? അപ്പോൾ നമ്മൾ പിന്നെ ബോർഡർ അവിടെ കടന്നപ്പം അവർ വണ്ടി സൈഡാക്കാൻ പറഞ്ഞു. ക്യാമറ അവർക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ക്യാമറ വണ്ടി കൊണ്ടുവെക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി കൊണ്ടുവച്ച് വന്നപ്പോൾ RT-PCR ആണ് അവർ ചോദിച്ചത്. അപ്പോൾ വാക്സിന് 2 ഡോസ് എടുത്തിട്ടും അവർ അലൗഡ് അല്ല. കാരണം
കേരളത്തിന് മാത്രമുള്ള ഒരു റൂളാണിത്. കാരണം കർണാടകക്ക് RT-PCR വേണമെന്നില്ല, വാക്സിൻ അടിച്ചതുണ്ടെങ്കിലും കർണാടക ടീംസിനെ കംപ്ലീറ്റ് കടത്തി വിടും, വേറെ ഏത് സംസ്ഥാനത്തൊന്നും. അതെ. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കേസ് കൂടുതലായതുകൊണ്ട് പിന്നെ അവർക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കടത്തി വിടുവാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് നമ്മളോട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആന്റിജൻ ടെസ്റ്റെങ്കിലും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഇനി ബത്തേരിയൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ കുറേ കിലോമീറ്ററുകൾ ഓടണം. നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് ഗൂഡല്ലൂർ നിലമ്പൂർ വഴി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 30 കിലോമീറ്റർ കൊണ്ട് വീട്ടിലെത്താം. അപ്പോൾ പിന്നെ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്കും മനസ്സിലായി, ഇത്രയും ദൂരം ഇനി അങ്ങോട്ട് പിന്നെ ഓടണം. ലാസ്റ്റ് അവർ പറഞ്ഞ ഒരു 500 രൂപേൻ്റെ ഒരു ഫൈൻ അടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 500 രൂപേൻ്റെ ഒരു ഫൈൻ അടിച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് നിങ്ങൾ പോയിക്കോളി, നമ്മൾ പാസിങ്ങിന് പോകാൻ പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും ഏത് ചെക്ക് പോസ്റ്റിൽ എത്തിയാലും ഈ പാസ് കാണിച്ചു കൊടുത്താൽ മതി. അതെ, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണിച്ചു, അല്ലെങ്കിൽ ഇതിന് 2000 രൂപ ഫൈനാണ്. 2000 രൂപ ഫൈൻ വരും. ഒരു 500 രൂപ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് എന്താ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഡീസന്റ് ആണ്, നമ്മളോട് ഭയങ്കര റെസ്പെക്ട് ആണ്. അപ്പോൾ നമ്മൾ അവരോട് എങ്ങനെയാണോ അവരോട് നിൽക്കുന്ന ആ രീതിയിൽ അവർ ഇങ്ങോട്ട് നിൽക്കും. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരും ഇങ്ങനെ ചെയ്തോളി, ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 500 രൂപേന്റെ ഫൈൻ അടിച്ചു. ഇപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇനി വേറെ ഏതെങ്കിലും ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾക്ക് സീൻ ഉണ്ടാവുമെന്ന്. അപ്പൊ ഇനി ഇതന്നെ കാണിച്ചു തന്നാൽ മതി, ഈ പേപ്പർ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ, ഇനി പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് 2000 രൂപ ഫൈൻ ചെയ്യും എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടായി. പിന്നെ അതിൻ്റെ അടുക്ക് ഇപ്പോൾ നമ്മളെ കേരള രജിസ്ട്രേഷൻ ഒരു വണ്ടി വന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ അവർക്കും ഇതിൽ തന്നെയാണ്, അവരൊരു ഹോസ്പിറ്റൽ കേസാണ് അവരത്. അപ്പോൾ അവരുടെ കയ്യിലും ഈ RT-PCR എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് അവരോട് തിരിച്ച് പോയിട്ട് ആൻറ്റിജൻ കാര്യങ്ങൾ എന്താ അടിച്ചിട്ട് വന്നിട്ട് പിന്നെ പോവാന്ന് പറഞ്ഞ രീതിയിൽ സംസാരിച്ചിന് അവർ. അപ്പോൾ അവർ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി ഒന്ന് ജസ്റ്റ് മുന്നോട്ടെടുത്തു. അപ്പോൾ ഇവർ വിചാരിച്ചു ഇവർ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് ഇവരെ പേരിൽ 2000 രൂപ ഫൈന് ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വണ്ടി തിരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ള പ്ലാനിങ് ആണ്. ഇവരോട് കാര്യങ്ങൾ ചോദിച്ച് പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ പ്രശ്നങ്ങൾ നമ്മളിൽ വരും. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ 500 രൂപ ഫൈൻ അടിച്ച് നമ്മളവിടെ റിലീസ് തന്നു. നമ്മളിപ്പോ തമിഴ്നാട്ടിലെത്തി, നമ്മൾ ബോർഡർ ഒക്കെ ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമോ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഏതായാലും ടൈം ഉണ്ട്. പിന്നെ വേഗം വീട്ടിലേക്ക് എത്താനും പറ്റും. ഇനി ചുറ്റി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇറങ്ങാം. അതെ, ഇപ്പം ക്ലൈമറ്റ് ഒക്കെ ഇപ്പോഴും നല്ല സെറ്റ് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് ആണ്, നല്ല പൊള്ളി വൈബാണ്. അപ്പൊ നമുക്ക് ദേവർശോല ദേവാലയ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ബിദർക്കാട് കയറുന്ന ഒരു സ്ഥലത്ത്, കൂടല്ലൂർ ദേവാലയ ദേവർശോലൊക്കെ പോകുന്ന ഭാഗത്ത് ബിദർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇനി നമുക്ക് എങ്ങോട്ടാ പോകേണ്ടി പോനെ? ഫസ്റ്റ് ടൈം അങ്ങോട്ടൊക്കെ വരുന്നത് ആണല്ലേ? ഈ റൂട്ടിന് അങ്ങനെ വന്നില്ലല്ലേ? നമ്മള് സാധാരണ ഊട്ടി റൂട്ടിന് നിലമ്പൂർ വഴി അങ്ങനെ കയറി പോവാ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഗുണ്ടൽപേട്ട വഴി അങ്ങനെ പോകും. ബന്ദിപ്പൂര് ആ റൂട്ടിനാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. ഇതൊരു ഫസ്റ്റ് ടൈം ആണ്. ഒന്നും കൂടി എനിക്ക് തോന്നുന്നു ഈസിയാണ്. ഗൂഡല്ലൂർ നമ്മൾ എത്തുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പ് ഇനി ഗൂഡല്ലൂരല്ലേ വരുന്നത്. പാലക്കാട് നിന്ന് നേരെ ദേവർശോല ഭാഗത്ത് പോവാം. ദേവർശോല ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം നമുക്ക് ദേവർശോല ഒക്കെ ഒന്ന് കാണാം അല്ലേ? അതേപോലെ ദേവർശോല അങ്ങാടിയും ടൗണുകളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോരാം. അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ നിർത്തിയാലോ? ഒരു പൊള്ളി വ്യൂ പോയിന്റ് ആണല്ലോ. ഇവിടെ ഒതുക്കിട്ടോ, ഈ സൈഡിലേക്ക് ഒതുക്കി. നമ്മൾ വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കിട്ടോ. ഇവിടെ നല്ലൊരു കിടില പ്ലേസ് ആട്ടോ.
അപ്പുറം സൈഡ് കണ്ടോ നല്ല തേയിലത്ത്. ഇവിടെയൊക്കെ ടീ ഫാക്ടറികളാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ടീ ഫാക്ടറികളുള്ള തേയിലകളൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളാണ്. എങ്ങനെയുണ്ട് മോനെ സ്ഥലം? എന്ത് പറയാന്, ഒന്നും പറയാല്ലേ സംഭവം. പൊളിയില്ലേ? എല്ലാരും വന്ന് കാണണം ഇവിടൊക്കെ. നമ്മൾ സ്ഥിരം പോണ റൂട്ടല്ല അത്. ബിദർക്കാടല്ലേ സ്ഥലത്തിന്റെ പേര്? ബിദർക്കാട്. ഞങ്ങളിങ്ങനെ അവിടെ ഈ തേയിലത്തോട്ടൊക്കെ കണ്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പൊ നമ്മള് ഇക്കാനെ പരിചയപ്പെട്ട്. പേരെന്ത് പറഞ്ഞ? അബ്ദുൽ ഖാദർ. ഖാദർഭായ് എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയാം. നിങ്ങൾ അടുത്തപ്പോ വരുമ്പോ പെട്രോൾ പങ്ക് ഉണ്ടല്ലേ, അവിടെയാണ് വീട്. ടൗണിൽ തന്നെ. എസ്റ്റേറ്റ് മാനേജർ ആണ്, സൂപ്പർവൈസർ. സ്റ്റേറ്റിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാം. കുറെ കൊല്ലങ്ങൾ അതിലൂടെ. ഞാൻ 30 വർഷത്തോളായിട്ട് ഇവിടെ വർക്ക്. എനിക്ക് സ്വദേശം ഇവിടെ തന്നെയാണ്. ബാപ്പയൊക്കെ മലപ്പുറമാണ്. മലപ്പുറം മുണ്ടോറമ്പ്. ശരി. ഇതിപ്പോ ഏതാ ഫാക്ടറി? ഏതാ ഇത്? ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഉഡ്ബ്രയർ ഗ്രൂപ്പാണ്. ഉഡ്ബ്രയർ വലിയ എസ്റ്റേറ്റ് ആണ്. ദുനിയാവൊക്കെ ഇത് ഇനി വാൾപ്പാറ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് വെസ്റ്റ് ബംഗാളിലുണ്ട്, ആസാമിലുണ്ട്. ഫാമിലി എല്ലാം ഇവിടെ തന്നെ. മോനൊക്കെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കൊറോണ പ്രശ്നം ആയതുകൊണ്ട് ഇപ്പൊ വീട്ടിലിരുന്ന് ജോലി ചെയ്യാണ്. IT ഫീൽഡാണ്. കുഴപ്പമൊന്നുമില്ല. കൊറോണയുടെ പ്രശ്നം ഇതിനൊന്നും ബാധിച്ചില്ലല്ലോ. കൊറോണ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്ര അങ്ങോട്ട് വലിയ ഇതൊന്നുമില്ല. കേരളത്തിൽ ഇന്നലെ കുറച്ച് കുറവുണ്ട്. 29,000, ഞാൻ 32,000. ആകട്ടെ എന്തായാലും എവിടെയാണ്? വയനാട്ടില് 1100 ചില്ലറയാണ് ഇന്നലെ. വയനാട്ടില് കുറവാണ് പൊതുവെ. കുറവില്ലേ? വയനാട്ടിൽ പൊതുവെ കുറവായിരുന്നു. ഇപ്പൊ കുറച്ച് കൂടി രണ്ടാമത്. ഓക്കെ, ഈ ഓണം സമയത്ത് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് വിട്ടിട്ടേ. അപ്പൊ കണ്ടതിൽ സന്തോഷം. അൽഹംദുലില്ലാഹ് ഖൈർ. നമ്മൾ ഈ ഗൂഡല്ലൂര് ദേവർശോല ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത റോഡാട്ടോ. കിടുക്കാച്ചി റോഡ് എന്ന് പറഞ്ഞാല് ഡ്രൈവേഴ്സിനും ഇഷ്ടപ്പെടുന്ന റോഡാണ്. നല്ല വ്യൂ, അതായത് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ റോഡാ അല്ലേ? അതെ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മള് ശരിക്കും ഊട്ടി ഭാഗത്തൊക്കെ പോണ ശരിക്കും ഇതിലൊക്കെ വരണം. നല്ല വ്യൂ പോയിന്റുകളൊക്കെ. ഇവിടെ ഒരു കിടിലം വ്യൂ പോയിന്റ് ഉണ്ടല്ലോ മോനെ. നമുക്ക് ഇവിടെ ഒന്ന് ഹൾട്ട് ആക്കണോ അല്ലെങ്കിൽ പോവേ? നമുക്ക് അതിലൊക്കെ വണ്ടി പോകണുണ്ടോ? ആ ഭാഗത്തൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് ആ സൈഡിലൂടെ. ചിലപ്പോ നമ്മള് വന്ന റോഡായിരുന്നു. പോവല്ലേ? ഇതന്നെ ഇവിടെ എല്ലായിടത്തും കാണാനുള്ളത്. എവിടെ നോക്കിയാലും കാട് മൊത്തം ഫോറസ്റ്റാ. നെല്ലക്കോട്ട അങ്ങാടിയാണ് ഇത്. ഇവിടെ നമുക്ക് നേരെയാണ് പോകേണ്ടത് ഗൂഡല്ലൂർ ഭാഗത്തേക്ക്. ആ റൈറ്റ് സൈഡിന് പോയാല് ദേവാല അല്ലേ? അങ്ങോട്ട് പോയാൽ ദേവാല. റൈറ്റ് സൈഡിന് പോയാല് ദേവാല. ഈ നേരെ തന്നെ പോയാല് ദേവർശോല. ഇവിടെയൊക്കെ കൂടുതലും മലയാളികളെ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. മലയാളം തമിഴും മിക്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും. അങ്ങനെ നമ്മൾ ദേവർശോലയിലേക്ക് എൻട്രി ചെയ്തു കേട്ടോ. ദേവർശോല ടൗണൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ, നമ്മൾ ദേവർശോല എത്തിയപ്പോൾ നല്ല മഴ കേട്ടോ. കുഴപ്പമില്ലാത്തൊരു മഴ. എന്തായാലും ഒരു പൊള്ളി വൈബ് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. ഈ കാട്ടിൽ ഈ മലന്റെ മുകളിൽ ഇങ്ങനെ ഒരു ടൗണൊക്കെ അല്ലേ? ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ടാക്സി, ജീപ്പുകളും കാര്യങ്ങളൊക്കെ ഇതാ. നമുക്ക് പുറത്തിറങ്ങാൻ ഇപ്പോൾ പറ്റില്ല എന്തായാലും നല്ല മഴ. എനിക്ക് തോന്നുന്നത് മലപ്പുറം ആ ഭാഗത്തു നിന്നൊക്കെ വന്ന് കുടിയേറി പാർത്തതായിരിക്കാനാണ് സാധ്യത അല്ലേ? അതെ, കൂടുതലും മുസ്ലിംസാണ് എല്ലാവരും. കൂടുതൽ ആൾക്കാരും മലയാളത്തിൽ തന്നെയാണ് സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ദേവർശോല ടൗണ് പാസ് ചെയ്ത് നമുക്ക് അവിടെ വണ്ടിയൊന്നും നിർത്താൻ പറ്റില്ല. ദേവർശോല ടൗണൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല മഴയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നിർത്താണ്ട് പോയി. അപ്പൊ നമുക്ക് നേരെ ഗൂഡല്ലൂർ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതെ, ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അല്ല, ഇവിടെ അല്ലേ മറ്റേ ഒരു ഓവാലി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായില്ലേ? ഓവാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ ഓവാലി പോകാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമുക്ക് ഏതായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഗൂഡല്ലൂർ പോയിട്ട് ഗൂഡല്ലൂരിൽ നിന്നാണ് നമുക്ക് ഓവാലിയിലേക്ക് പോകും. അപ്പൊ അതൊന്ന് പോയി നോക്കാം നമുക്ക്. ഇപ്പം പോകാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റുമാണ്. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അറ്റ്മോസ്ഫിയർ ആണ്.
അപ്പം എന്താ വെച്ചാൽ അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം അല്ലേ? അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓവാലിയിലേക്ക് പോകാം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.